ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതിനെ ഓർത്തിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ, അതിനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു സങ്കടം, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഏതോ നല്ലതിന് വേണ്ടിയിട്ട് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് മുന്നോട്ട് ജീവിക്കുക. നമ്മളെപ്പോഴും ഒരു റോസാപ്പൂവിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, റോസാപ്പൂ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പൂ വരുന്നത് അതിൻ്റെ താഴായിട്ട് കുറച്ച് ഇലകളും മുള്ളും എല്ലാം വന്നു കഴിഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് ആണ് അതിൻ്റെ മൊട്ട് വന്നിട്ട് പൂവായിട്ട് വിരിയുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഒരു റോസാപ്പൂവ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ അതിനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ആ പൂവിൻ്റെ ആ സൗന്ദര്യം നമ്മൾ കാണുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ചില റോസാപ്പൂവൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. പക്ഷേങ്കിൽ ആ റോസാപ്പൂവ് അത് അങ്ങനെ വിരിഞ്ഞു അങ്ങനെ നിൽക്കാനെ കൊണ്ട് അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ പൂ വെളിയിലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യ ജീവിതം. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തേക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഞാൻ ഒരുപാട് എന്താ പറയുന്നത് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് വന്നാലും ഞാനതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഞാൻ മൗനം പാലിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഈ കാര്യത്തിൽ എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതിനെക്കുറിച്ചിട്ട് നേരത്തെ പോലെ ഞാൻ ചിന്തിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ടൊന്നും ഇരിക്കാറില്ല. ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നെന്നുണ്ടെങ്കിലും, നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നെന്നുണ്ടെങ്കിലും, നമ്മുടെ ലൈഫിൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എൻ്റെ ജീവിതത്തിൽ നിന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും ഞാൻ അതിനെ നേരിടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങൾ വിചാരിക്കും, അയ്യോ എന്താ ഇത് ലൈഫെന്ന്. ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടുന്ന കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, ഏതെല്ലാം രീതിയിലുള്ള സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ മനസ്സിനെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ വലുതാകാം, അല്ലെങ്കിൽ ചെറുതാകാം. ഏതെങ്കിലും ഒരു വിഷയം, ഒന്നുകിൽ നമുക്ക് സമ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗാവസ്ഥ ഉണ്ടാവാം. നമുക്ക് സമ്പത്തും ഉണ്ട്, വലിയ രോഗാവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ മക്കളെ കുറിച്ചിട്ടുള്ള സങ്കടം ഉണ്ടാവാം. അതില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഓരോ ദിവസവും നമ്മൾ ചെറിയ രീതിയിലെങ്കിലും മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ 24 അവേഴ്സും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യജന്മം ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവില്ലാതെ, എന്തെങ്കിലും ഒരു സങ്കടമില്ലാതെ ഒരു മനുഷ്യൻ ഇന്ന് ഭൂമി ജീവിക്കുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ ചെറുതാവാം വലുതാവാം പല രീതിയിലായിരിക്കും പലർക്കും ഉണ്ടാവുന്ന സങ്കടങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 24 മണിക്കൂർ നമ്മുടെ ലൈഫിൽ ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഒരാൾക്കെന്നല്ല, എല്ലാവർക്കും 24 മണിക്കൂറാണ് ഈ ഭൂമിയിലുള്ളത്. ഒരാൾക്ക് കൂടുതൽ, ഒരാൾക്ക് കുറവൊന്നുമില്ല. പക്ഷേങ്കിൽ ആ 24 മണിക്കൂറിൽ നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് എന്ത് സക്സസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നോ, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ സക്സസ് നേടിയെടുക്കുന്നോ, അതിലാണ് വിജയം കാണുന്നത്. അല്ലാതെ നമുക്ക് 24 മണിക്കൂർ കിട്ടുന്നതിൽ 14 മണിക്കൂർ നമ്മൾ ഇരുന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയത്തിൽ നമുക്ക് ഇന്നത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കൂടുതൽ സമയം സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിന് ഇറങ്ങി തിരിച്ചാലും അത് സക്സസ് ആവണം. സക്സസ് ആയി കഴിഞ്ഞാൽ കൊണ്ട് എല്ലാവരും നല്ല കൂളായിട്ട് കാമായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ആ ചെയ്ത കാര്യം സക്സസ് ആയിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പളുങ്ക് പാത്രം നിലത്ത് വീണ് ഉടഞ്ഞതുപോലെ മനസ്സ് ഉടഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ടിരിക്കും. പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമ്മളുടെ ജീവിതത്തിൽ നമുക്കവിടെ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ സമാധാനമായിട്ട് അതിനെ ഫേസ് ചെയ്തിട്ട് ഇതെൻ്റെ ലൈഫിൽ ഒരു പാഠമാണ്, ഇതിൽ നിന്ന് ഞാൻ എന്ത് പുതിയത് പഠിച്ചു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ 100% നമ്മൾ സക്സസ്സിലെത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫെയിലിയർ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഈ ഭൂമിയിൽ തമ്പുരാൻ ഇനി നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫെയിലിയർ നമ്മൾ സക്സസ് ആക്കി എടുക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഡിപ്പെൻസാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവരുടെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിരിക്കാം. അങ്ങനെ അവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല.
അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സെൽഫായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമ്മൾ മറ്റുള്ളവരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കൂടി നോക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ. ബൈ.